أعوذ بالله من الشيطان الرجيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. സൂറത്ത് മറിയം 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ്. അവർക്കിടയിലുള്ള കക്ഷികൾ പരസ്പരം ഭിന്നിച്ചു. ആ ഭയങ്കരമായ നാളിന് സാക്ഷ്യം വഹിക്കുന്ന സത്യനിഷേധികൾക്ക് മഹാനാശം. നമ്മുടെ അടുത്ത് ഹാജരാകുന്ന അന്നാളിൽ അവർ വളരെ നന്നായി കാണുകയും കേൾക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് ആ അക്രമികൾ തികഞ്ഞ വഴികേടിലാണ്. കാര്യങ്ങളൊക്കെ വിധിക്കപ്പെടുന്ന ആ നെടുംഖേദത്തിൻ്റെ നാളിനെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. അവർ തികഞ്ഞ അശ്രദ്ധയിലാണ്. അതിനാൽ അവർ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും ഈ ഭൂമിയുടെയും അതിലുള്ളതിൻ്റെ ഒക്കെയും അനന്തരാവകാശി നാം മാത്രമാണ്. എല്ലാം നമ്മിലേക്ക് തന്നെ മടക്കപ്പെടുന്നതുമാണ്. യേശുവിൻ്റെ അഥവാ ഈസാ നബിയുടെ കാര്യത്തിൽ ഭിന്നിച്ചവരെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. യേശു ദൈവമാണെന്നും അതല്ല ദൈവത്തിൻ്റെ പുത്രനാണെന്നും ത്രിയേകത്വത്തിലെ ഒരുവനാണെന്നും ഇങ്ങനെ വിവിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയാണ് ക്രിസ്തുമത അനുയായികൾ യേശുവിനെക്കുറിച്ച്. അപ്പം ഇതൊക്കെ കേവലം ഭാവനാധിഷ്ഠിതമാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ബഹുദൂരം പിന്നിലാണവർ. യേശുവിൻ്റെ അനുയായികളിൽ ഒരാളായ ശീമോൻ്റെ ശിഷ്യന്മാർ മാത്രമാണ് യേശു ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചവർ. ഈ വിഭാഗത്തിൽപ്പെട്ടവർ നബിയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഖുർആനിൽ അവരെ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥകൾ സത്യസന്ധമായി ഈ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടും അതൊന്നും വിശ്വസിക്കാതെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്തവർ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവിടെ വെച്ചാണ് അവർ നന്നായി കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനൊക്കെ പോകുന്നത്. അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിലും അധികാര അവകാശങ്ങളിലും യേശുവിനെ പങ്കാളിയാക്കി സങ്കല്പിച്ച് അദ്ദേഹത്തെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തവർ അവരുടെ പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂറത്തുൽ അൻആം എന്ന അധ്യായത്തിൽ 27-28 സൂക്തങ്ങളിൽ വലൗ തറാ ഇദ് വുഖിഫൂ അലന്നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. അവരാ നരകമുഖത്ത് നിർത്തപ്പെടുമ്പോൾ വിലപിക്കുന്നതായിട്ട് നിനക്ക് കാണാം. വിലപിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നതായിട്ട് നിനക്ക് കാണാം: ഞങ്ങൾ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചേക്കപ്പെടുകയും ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അഥവാ സൂക്തങ്ങളൊക്കെ തള്ളിക്കളയാതിരിക്കുകയും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുവാൻ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷേ പിന്നീടൊരു തിരിച്ചുപോക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. നരകശിക്ഷ അനുഭവിക്കുക തന്നെ. അപ്പോൾ അതിനാൽ പ്രവാചകനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകരും അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഇപ്പോഴേ തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും കൂടി കടമയാണെന്ന് നാം മനസ്സിലാക്കുക. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.